പ്രിയപ്പെട്ടവരെ, നീണ്ട 40 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച മഹൽ വ്യക്തിത്വത്തിനുടമയാണ് ഷംസുൽ ഉലമ എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. നീണ്ട 40 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ പീരീഡ് അല്ല. സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ ആധുനിക കാലഘട്ടത്തിൽ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലേക്കെല്ലാം സമസ്ത എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ ഷംസുൽ ഉലമയുടെ പങ്ക് വളരെ വലുതാണ്. ഷംസുൽ ഉലമയെ അറിയൽ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്, ആവശ്യകതയാണ്. ഇപ്പോഴിതാ ഷംസുൽ ഉലമയുടെ ലോകം എന്ന ഒരു വിഷയത്തിൽ ഒക്ടോബർ 26-ന് ഒരു വലിയ സെമിനാർ കോഴിക്കോട്ട് നടക്കാൻ പോവുകയാണ്. കോഴിക്കോട്ട് ഷംസുൽ ഉലമ അന്തിയുറങ്ങുന്ന വരക്കൽ മക്കാം പരിസരത്ത് നടക്കുന്ന ഷംസുൽ ഉലമ ദേശീയ സെമിനാറിന് അന്തിമ രൂപം ഇപ്പോൾ സമസ്തയുടെ നേതൃത്വത്തിൽ സംഘാടകർ നൽകിയിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സെമിനാറിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ധാരാളം പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, സെമിനാറിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്, അറിയിക്കുകയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടി നടക്കുന്നത്. ഈ സെമിനാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുക. സമസ്തയുടെ 4 പതിറ്റാണ്ട് കാലത്തെ ജനറൽ സെക്രട്ടറിയും ലോക ഇസ്ലാമിക പണ്ഡിത നിരയിലെ അതുല്യ പ്രതിഭയുമായിരുന്ന ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന സെമിനാറിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക എന്നതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഒരു സെമിനാർ എന്നതിനപ്പുറത്തേക്ക് വിവിധ ഷംസുൽ ഉലമ ഇടപെട്ട വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതിൽ ആദർശമുണ്ട്, അങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, സിമ്പോസിയങ്ങൾ, അതോടൊപ്പം തന്നെ സംശയ നിവാരണങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഈ ആദർശ രംഗത്തും ഇസ്ലാമിക സാമൂഹ്യ മണ്ഡലത്തിലും കേരളത്തിലെ സമസ്തയുടെ വളർച്ചയും ഇനിയുള്ള കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കലും ഇനിയുള്ള കാലഘട്ടത്തിലേക്കുള്ള പദ്ധതികൾ ഒരുക്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയത്തിന്മേലുള്ള ഒരു കൃത്യമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതിൽ ഷംസുൽ ഉലമ ജനനം, ഷംസുൽ ഉലമ ജീവിതം, ഷംസുൽ ഉലമ കുടുംബം, ഷംസുൽ ഉലമ പണ്ഡിത ലോകത്തിലെ അതുല്യ പ്രതിഭ, ഷംസുൽ ഉലമ ആരവങ്ങളില്ലാത്ത ആത്മീയത, ഷംസുൽ ഉലമ ബിദ്അത്തിനോടുള്ള നിലപാട്, ഷംസുൽ ഉലമ ബഹുസ്വര സമൂഹത്തിലെ സമുദായം, ഷംസുൽ ഉലമ 100 തികഞ്ഞ സമസ്ത തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും എന്നതുകൊണ്ട് തന്നെ ആ സെമിനാർ അത്രമേൽ സമ്പന്നമായിരിക്കും എന്നത് തന്നെയാണ് നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നൊരു കാര്യം. സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലേലി, ഉമർ ഫൈസി മുക്കം, എ.വി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി, ഒളവണ്ണ അബൂബക്കർ ദാരിമി, അബ്ദുസ്സലാം ബാക്കവി ദുബായ്, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഷുഹൈബുൽ ഐത്തമി, സാലിം ഫൈസി കൊളത്തൂർ തുടങ്ങിയവരാണ് വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിഭകൾക്ക് ഷംസുൽ ഉലമ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന ഷംസുൽ ഉലമ അവാർഡും ഈ സെമിനാറിൽ സമ്മാനിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായി, വളരെ വ്യവസ്ഥാപിതമായിട്ട് നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് ഷംസുൽ ഉലമ ദേശീയ സെമിനാർ. സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ പ്രാധാന്യം ഈ ഒരു സെമിനാറിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ പരമാവധി ആളുകൾ, കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്, അറിയിക്കുകയാണ്.